സ്പെയിനിലോട്ട് ഇടിച്ചെത്തിയിട്ടുള്ള ജിഹാദി മുസ്ലിം തീവ്രവാദികളുടെ ഇല്ലീഗൽ മൈഗ്രേഷൻ്റെ ഒക്കെ വീഡിയോസും ഫോട്ടോസും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടു അല്ലേ. അതായത് മൊറോക്കോയിലുള്ള കുറേ ജിഹാദികൾ, മുസ്ലിം ജിഹാദികൾ, അവരെല്ലാവരും കൂടെ സ്പെയിനിലോട്ട് ഓടിച്ചു നിൽക്കുകയാണ് അവിടെ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടും അതിനൊരു ഇസ്ലാമിക് രാജ്യമാക്കാൻ വേണ്ടിയിട്ടുമൊക്കെയാണ് നമ്മുടെ നാട്ടിലെ എല്ലാ മാധ്യമങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തന്നത്. അപ്പം വളരെ മോശം. ഇപ്പോൾ ഒരു ഇല്ലീഗൽ മൈഗ്രൻ്റ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഏത് രാജ്യത്തോട്ട് എങ്ങനെ ആര് കയറി കഴിഞ്ഞാലും അത് വലിയ കുറ്റമാണ്. വെടിവെച്ച് കൊല്ലുക, അല്ലെങ്കിൽ അവരെ പിടിച്ച് ജയിലിടുക, അല്ലെങ്കിൽ അവരെ തിരിച്ച് ഡിപ്പോർട്ട് ചെയ്ത് നാട്ടിലോട്ട് തിരിച്ചയക്കുകയൊക്കെ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള നമ്മുടെ ഇവിടെ നിന്നൊക്കെ ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇല്ലീഗലായിട്ട് ഇപ്പോൾ യു എസിലോട്ട് പോയപ്പോൾ യു എസ് നിന്ന് നമ്മുടെ കാലിൽ ചങ്ങലയെ കെട്ടിയിട്ടൊക്കെ നമ്മുടെ നാട്ടിലോട്ട് തിരിച്ചു വിട്ടത്. അത് ഏത് രാജ്യമാണെങ്കിലും ചെയ്യണം. അവിടെ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഒന്നുമില്ല. പക്ഷേ ഇവന്മാർ ഈ മറ്റേ മൊറോക്കോയിലെ മുസ്ലിങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഈ മതം പ്രചരിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഓടി അങ്ങോട്ട് ചെന്നിക്കുകയാണ്. അതൊരു വലിയൊരു കടലാണ്ട് നീന്തി കിടന്നിട്ടാണ് പോയത്. വല്ലാത്തൊരു കഷ്ടപ്പാട്. നമുക്ക് ഏതായാലും അതിനെപ്പറ്റി സംസാരിക്കാം. പക്ഷേ ഇപ്പം കുറച്ച് ആൾക്കാർ ഇതാ വന്ന് പറയുന്നത് ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ടീം ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഇസ്രായേൽ ജയിച്ചതാണ്, അമേരിക്ക ജയിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇസ്രായേലിനും അമേരിക്കയിലും എന്താ ഇതിൽ കാര്യം എന്നായിരിക്കും നമ്മളൊക്കെ ആലോചിക്കുന്നത് അല്ലേ. അതായത് സ്പെയിനായി സ്പെയിൻ്റെ കാര്യമായി, അല്ലെങ്കിൽ മൊറോക്കോ ആയി മൊറോക്കോയുടെ കാര്യമായി, അല്ലെങ്കിൽ മുസ്ലിമായി മുസ്ലിമിൻ്റെ കാര്യമായി. ഇവരെന്തിനാ അതിൻ്റെ ഇടയിലോട്ട് ഈ ഇസ്രായേലിനെയും പാവപ്പെട്ട ട്രംപിനെയും അതുപോലെ തന്നെ നെതന്യാഹുവിനെയും ഇത് കുത്തിക്കയറ്റുന്നത് എന്നുള്ളൊരു ചോദ്യം വരും. അതും നമുക്ക് സംസാരിക്കാം. പക്ഷെ അതിൻ്റെ മുമ്പ് അതിനേക്കാൾ വലിയ ഒരു അഴിഞ്ഞാട്ടം നമ്മുടെ രാജ്യത്തിൻ്റെ തൊട്ടപ്പുറത്ത് നടക്കുന്നുണ്ട്. പൊതുവെ ഈ മുസ്ലിം ജിഹാദികൾ അവിടെ പോയി ഇവിടെ പോയൊക്കെ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ മുസ്ലിം തീവ്രവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഈ പറഞ്ഞ പോലെ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു, ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു, ഓരോ സ്ഥലത്തോട്ട് കയറി ചെന്ന് അവിടെ മതം പരത്താൻ നോക്കുന്നു. ഇത് തന്നെ ഇതേ അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ തൊട്ട രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ? നേപ്പാളിൽ നമ്മൾ കണ്ടു. അവിടെ സംഘ തീവ്രവാദികൾ അവിടെ ഭയങ്കരമായിട്ട് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ കമ്മ്യൂണൽ റൈറ്റ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ മുസ്ലിം പള്ളികൾ പൊളിക്കുന്നു, മുസ്ലിങ്ങളെ അടിക്കുന്നു, മുസ്ലിങ്ങളെ തൊഴിക്കുന്നു, മുസ്ലിങ്ങളുടെ കടകൾ എടുത്തെറിയുന്നു. അവിടെ മൊത്തത്തിൽ ജയശ്രീരാം വിളിച്ചിട്ടാണ് എല്ലാ പരിപാടികളും കാണിക്കുന്നത്. നമ്മൾ ഈ മുസ്ലിം തീവ്രവാദികൾ ഇങ്ങനെ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് പിടിച്ചെടുക്കുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിലെ സംഘ തീവ്രവാദികൾ ഇപ്പം നേപ്പാൾ പിടിച്ചെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെയാണോ ഇവർക്ക് സംഘ ശാഖകളുള്ളത് അവിടെയൊക്കെ ഇവർ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദികൾ ഇസ്ലാമിക് തീവ്രവാദികളാണെന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. അതിനേക്കാൾ വലിയ തീവ്രവാദികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ സംഘി തീവ്രവാദികൾ. അപ്പം ഇപ്പം നേപ്പാൾ പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ചരിത്രം ചെയ്യുന്നുണ്ട്. പിന്നെ ആകെ വിളിക്കുന്നത് ജയശ്രീരാം മാത്രമാണ്. പിന്നെ ഇനി അടുത്ത് നമ്മൾ ഭൂട്ടാൻ പിടിക്കും, നമ്മൾ മ്യാൻമാർ പിടിക്കും, നമ്മൾ അങ്ങനെ എല്ലാ രാജ്യങ്ങളും പിടിക്കും. നമ്മൾ ഓസ്ട്രേലിയ വരെ പിടിക്കും. കാരണം അത് നമ്മുടെ അസ്ട്രാലയമായിരുന്നല്ലോ നമ്മുടെ പണ്ടത്തെ. അതുപോലെ അർജന്റീന നമ്മുടെ അന്തർജനങ്ങളുടെ എന്താ പറയുക അല്ലെങ്കിൽ വീടൊക്കെ ആയിരുന്നു ഒരു കാലത്ത്. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ സംഘ തീവ്രവാദികൾ ഇതേപോലെ നമ്മൾ എല്ലാ രാജ്യങ്ങളും പിടിക്കും. നമ്മൾ ഇന്ത്യ പിടിച്ചടക്കി കഴിഞ്ഞു, മൊത്തത്തിൽ ഹിന്ദു രാജ്യമാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് പിടിക്കുന്നത് നേപ്പാളാണ്. അപ്പം നേപ്പാൾ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പം ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ ഇസ്ലാമിക് തീവ്രവാദികൾ മൊറോക്കോന്ന് പോയിട്ട് സ്പെയിൻ പിടിക്കുന്നു, ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ സംഘ തീവ്രവാദികൾ ഇന്ത്യയിൽ നിന്ന് പോയിട്ട് നേപ്പാൾ പിടിക്കുന്നു. മൊത്തത്തിൽ പിടിച്ചടക്കുന്ന കഥകളാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ മൊറോക്കോന്ന് ഈ തീവ്രവാദികളെല്ലാവരും കൂടെ സിയോട്ടോയിലേക്കാണ് പോയിട്ടുള്ളത്. സിയോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്താണ്, നമ്മുടെ സ്പെയിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ യൂറോപ്പിലോട്ട് അധിനിവേശത്തിന് പോയിരിക്കുക ഇവന്മാരെല്ലാവരും കൂടെ. നമ്മുടെ നാട്ടിലെ നമ്മുടെ ശ്രീജിത്ത് പണിക്കരും നമ്മുടെ സാജൻസ് കറിയൊക്കെ വലിയ വലിയ മെസ്സേജുകൾ നിങ്ങൾ തരുന്നുണ്ട്. ഇത്ര വീഡിയോസ് 2-3 ദിവസമായിട്ട് ഉറക്കമില്ലാതെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഇസ്ലാമിക തീവ്രവാദികളെ കുറിച്ചിട്ട് ഇവന്മാർ. അപ്പം ഈ സ്പെയിനിന് നമ്മൾ ആദ്യം കാണേണ്ടത്, സ്പെയിനിലെ സിയോട്ടയുടെ മാപ്പാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. നമുക്ക് ഈ മാപ്പ് ഒന്ന് നോക്കാം. നിങ്ങൾ ഈ മാപ്പ് കാണുന്നുണ്ടല്ലോ. മാപ്പിൽ സിയോട്ട എവിടെ കിടക്കുന്നത്, സ്പെയിൻ എവിടെ കിടക്കുന്നത്, എവിടെയാണ് മൊറോക്കോ കിടക്കുന്നത്. ഈ മാപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സിയോട്ട മാപ്പ് എന്ന് പറഞ്ഞ സ്ഥലം ആ ഒരു ചെറിയൊരു ആകെ 85,000 ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലം നമ്മുടെ രാജ്യത്ത് കേന്ദ്രഭരണ പ്രദേശം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം മാഹിയും അതുപോലെ തന്നെ ഈ പോണ്ടിച്ചേരി, ഗോവ ഒക്കെ പറഞ്ഞ പോലെ തന്നെ സ്പെയിൻ്റെ കേന്ദ്രഭരണ പ്രദേശത്തിൽ ഒന്ന് പെടുത്തും. നമ്മൾ സിമ്പിളായിട്ട് പറയാം നമുക്ക്. അപ്പോൾ ഈ ഒരു മാപ്പ് കണ്ടാൽ നമുക്ക് തന്നെ തോന്നിപ്പോവും, അതായത് സ്പെയിനുമായിട്ട് ഒരു ബന്ധവും അല്ലെങ്കിൽ യൂറോപ്പുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഈ സിയോട്ട എങ്ങനെയാണ് സ്പെയിൻ്റെ ഭാഗമാകുന്നത്. ഇത് ആഫ്രിക്കയുടെ ഭാഗമായി കിടക്കുന്ന, ആഫ്രിക്കയുടെ അത്ര അടുത്ത് കിടക്കുന്ന ഒരു 4 മൈൽ മാത്രം മൊറോക്കോ എന്ന് മാറി നിൽക്കുന്ന ഈ ഒരു സ്ഥലം എങ്ങനെ എത്തിയത് എന്നുള്ളത് അതിൻ്റെ കഥ നമ്മൾ ഹിസ്റ്ററി എടുത്ത് പോയി കഴിഞ്ഞാൽ 16-ാം നൂറ്റാണ്ട് 15-16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് പിടിച്ചടക്കിയിട്ടുള്ള ഒരു സ്ഥലം. അന്ന് മുതൽ അതിനുശേഷം മൊറോക്കോക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തും ഈ ഒരു ഭാഗം സ്പെയിൻ്റെ ഭാഗമായിട്ട് സ്പെയിൻ്റെ കൂടെ അല്ലെങ്കിൽ സ്പെയിൻ പിടിച്ചടക്കിയിട്ടുള്ള ആ ഒരു കോളനി വൽക്കരണം നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സിയോട്ട എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ഇത് സിയോട്ട സ്പെയിൻ്റെ ഭാഗം മാറുന്നത്. അവിടെ ആകെ 85,000 ആൾക്കാർ മാത്രമേ ആ ഒരു സ്ഥലത്ത് ജീവിക്കുന്നുള്ളൂ. അപ്പോൾ അവിടുന്ന് സ്പെയിനിലോട്ട് നമ്മൾ ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കിപ്പം ഈ മെഡിറ്ററേനിയൻ സീ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു സ്ട്രേറ്റ് ഓഫ് ഹോമോസ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ സ്ട്രേറ്റ് ഓഫ് ജിബ്രാൾട്ടർ അവിടെ ഉണ്ട്. അതിൻ്റെ ആ കടലിടുക്കിൻ്റെ പേരാണ്. അത് ഏകദേശം 14 കിലോമീറ്റർ ആണുള്ളത്. അവിടെ നിന്ന് നമ്മളിപ്പോൾ യൂറോപ്യൻ അല്ലെങ്കിൽ സ്പെയിനിലോട്ട് എത്തിക്കഴിഞ്ഞാൽ സ്പെയിൻ്റെ സെൻട്രൽ മെയിൻലാൻഡിൽ നിന്ന് സെൻട്രൽ പോയിന്റിലോട്ട് ഏകദേശം 700 കിലോമീറ്റർ ആണ് മൊത്തം വരുന്ന ദൂരം ഇതിനുള്ളത്. ഇതിൻ്റെ ടോട്ടൽ മാപ്പ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇനി ഇതിപ്പം ഞാൻ ഇതിൻ്റെ ഒരു മാപ്പും കാര്യങ്ങളും പറഞ്ഞതാണ് എങ്ങനെയാണ്, ഏതാണ്, എന്താണ് എന്നൊക്കെ ഉള്ളത്.
ഇനി മൊറോക്കോയും സ്പെയിനും തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ ഇതിലോട്ട് എങ്ങനെയാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ബന്ധം എന്നുള്ളത് നമുക്കൊരു കഥ പോലെ അല്ലെങ്കിൽ ഒരു ടൈം ലൈൻ വെച്ചിട്ട് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അത് ഞാനൊരു ഫോട്ടോ അവിടെ കാണിച്ചു തരാം. ഈ ഫോട്ടോ നിങ്ങൾ കണ്ടോ? ഈ ഒരു ചിത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്, അതായത് മൊറോക്കോയിലെ ഒരു സ്റ്റേറ്റ് ഹൈവേ, ഒരു രാജ്യത്തെ ഒരു ഹൈവേക്ക് ട്രംപിൻ്റെ പേരാണ് മൊറോക്കോൻ്റെ രാജാവ് കൊടുത്തിട്ടുള്ളത്. അത് കൊടുത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ, നമ്മുടെ രാജ്യത്തിൻ്റെ, നിങ്ങൾ ആലോചിക്കുക, ഇന്ത്യയുടെ ഒരു റോഡിന് നമ്മൾ മറ്റൊരു രാജ്യത്തിൻ്റെ ട്രംപിൻ്റെ പേര് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അത്രയും നമ്മളൊരു ബന്ധം വേണം. അല്ലാണ്ട് നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റാത്ത കാര്യമാണത്. പക്ഷേ മൊറോക്കോ അല്ലെങ്കിൽ US എന്ന് പറഞ്ഞാൽ എത്രത്തോളം അടുത്ത ആളുകളാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ജസ്റ്റ് ഒരു വാർത്ത ഇവിടെ വെച്ച് തന്നത്. ഇനി ഇസ്രായേലും മൊറോക്കോയും തമ്മിലുള്ള ബന്ധം അതിനേക്കാൾ വലിയൊരു ബന്ധമാണ്. നമ്മൾ മൊറോക്കോയുടെ ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ, മൊറോക്കോ അതുപോലെ തന്നെ ഈ UAE, ഒമാൻ, കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ്, ഈജിപ്ത് ഒക്കെയാണ് ഈ എബ്രഹാമിക് അക്കൗണ്ടിൽ സൈൻ ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ. അതായത് ഇസ്രായേലിനെ അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ കൂടെ ഇസ്രായേലിന് വേണ്ടി പണിയെടുത്ത് ജീവിക്കുന്ന രീതിയിലുള്ള ഈ എബ്രഹാമിക് അക്കൗണ്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള സമയം മുതൽ അതിലോട്ട് സൈൻ ചെയ്തിട്ടുള്ള രാജ്യങ്ങളിൽ ഒരു ഇസ്ലാമിക് രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് മൊറോക്കോ. 2020 മൊറോക്കോ അതിൽ സൈൻ ചെയ്യുന്നത്. ഈ സൈൻ ചെയ്തതോട് കൂടിയിട്ട് മൊറോക്കോയും ഈ ഇസ്രായേലും കൂടത്തിൽ അമേരിക്കയിൽ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാർ, ഇവർ തമ്മിലുള്ള ഒരു ബന്ധം ഭയങ്കരമായിട്ട് അങ്ങ് ഊട്ടി ഉറക്കപ്പെടുക ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ ഇപ്പം നമ്മൾ മൊറോക്കോ ഒരു ആഫ്രിക്കൻ കൺട്രിയാണ് അല്ലേ? ആഫ്രിക്കൻ കൺട്രിയാണ് സമയത്ത് തന്നെ നമ്മൾ ആഫ്രിക്കയിലെ ഈ വെസ്റ്റേൺ സഹാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുഭൂമി പ്രദേശമുണ്ട്. പ്രത്യേകിച്ച് ആർക്കോ എന്താ പറയുക, അതിന് അവകാശങ്ങളൊന്നും പറയാത്ത ഒരു പ്രദേശം. അപ്പം മൊറോക്കോ പറയുന്നത് മൊറോക്കോയുടെ ഭാഗമാക്കി കൊടുക്കണം, മൊറോക്കോക്ക് വേണം ആ സ്ഥലം എന്നാണ് മൊറോക്കോ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇതേ സ്ഥാനത്ത് അപ്പുറത്ത് അൾജീരിയ അത് സമ്മതിക്കാറില്ല. അൾജീരിയയിൽ അത് അവർ സമ്മതിച്ചു കൊടുക്കാറില്ല. അൾജീരിയയിൽ അതൊരു സ്വതന്ത്ര ഏരിയ ആയിട്ട് നിൽക്കട്ടെ എന്നും പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് മൂവ്മെൻറ്റ് തന്നെ അൾജീരിയയിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഈ 2020 ഉള്ള സംഭവങ്ങൾ തന്നെ, മുമ്പേ നടക്കുന്ന ഒരു സംഭവം തന്നെ. അപ്പോൾ ഈ എബ്രഹാമിക് അക്കൗണ്ടിലോട്ട് മൊറോക്കോ സൈൻ ചെയ്തതോടുകൂടി അമേരിക്കയും ഇസ്രായേലും, പിന്നെ അവരാണല്ലോ ലോകം ഭരിക്കുന്നത്, ലോക പോലീസും ലോക ഗുണ്ടയും ലോക ചട്ടിയൊക്കെ ഇവരായതുകൊണ്ട് ഇവർ പറഞ്ഞു, ഈ പറഞ്ഞ വെസ്റ്റേൺ സഹാറ ഇനി നിങ്ങൾക്കുള്ളതാണ്, അതിന് പേപ്പറും കാര്യം കുത്തും എഴുത്തൊന്നും വേണ്ട, നിങ്ങൾക്കുള്ളതാണ് എന്നുള്ള ഒരു ഉറപ്പ് മൊറോക്കോക്ക് കൊടുക്കുകയാണ്. അന്ന് മുതൽ മൊറോക്കോ കംപ്ലീറ്റ്ലി ഇവർക്ക് വിധേയപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം അന്ന് ഉണ്ടായ സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത്, അൾജീരിയത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്തൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അന്ന് സംസാരിച്ച ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളായിരുന്നു സ്പെയിൻ. അതായത് ഈ സ്പെയിൻ്റെ, അപ്പം ഇനി നമ്മൾ സ്പെയിൻ്റെ ഒരു ഇതും കൂടെ ഇതിലോട്ട് എടുത്തിടണം. സ്പെയിൻ ഇങ്ങനെ ഇതിലോട്ട് ഇൻവോൾവ് ആയി എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മളിതിൽ എടുത്തിടണം. സ്പെയിൻ്റെ പ്രസിഡന്റ് പെഡ്രോ സാഞ്ചസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അതായത് പുള്ളി കംപ്ലീറ്റ്ലി ഒരു ജൂത വിരോധൻ, അല്ലെങ്കിൽ ഇസ്രായേലി വിരോധിയും അതുപോലെ തന്നെ ട്രംപ് വിരോധിയുമാണ്. അമേരിക്കൻ വിരോധി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ട്രംപ് വിരോധിയാണ് പുള്ളി കൂടുതലായിട്ടും. എപ്പോഴും അമേരിക്കയുടെ പല ഇത്തരത്തിലുള്ള ചിന്താഗതി, ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾക്കൊക്കെ എതിരെ നിൽക്കുന്ന ഒരാളാണ്. ട്രംപിനെ വളരെയധികം രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ആളാണ്. യൂറോപ്യൻ യൂണിയനിലാണ്, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ഒരുവിധ എല്ലാ രാജ്യങ്ങളും ട്രംപിന് വിധേയപ്പെട്ട് നിൽക്കുമ്പോഴും അതിന് മാറി നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ പെഡ്രോ. പുള്ളി വ്യക്തമായിട്ട് തന്നെ നമ്മുടെ ട്രംപ് പോയിട്ട് മെഡോറോനെ വെനിസ്വേലയിൽ നിന്ന് പൊക്കി വരുന്ന സമയത്തിന് അതിനെതിരെ സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. പലതരത്തിലുള്ള ട്രേഡ് ഡീലുകൾക്കെതിരെ, അമേരിക്കയുടെ ട്രേഡ് ഡീലുകൾക്കെതിരെ സംസാരിക്കുന്ന ആളാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഇവർക്ക് എതിരെ സംസാരിക്കുന്ന ഒരാളാണ് നമ്മുടെ പെഡ്രോ. അപ്പോൾ പുള്ളി ഓൾറെഡി ഇപ്പം ഇറാൻ യുദ്ധം എന്ന സമയത്ത് അവരുടെ ഒരു തരത്തിലുള്ള ബേസുകളും അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കില്ല ഇറാനെ അടിക്കാൻ, കാരണം അവർ ഇറാൻ സപ്പോർട്ടാണ് അല്ലെങ്കിൽ യുദ്ധത്തിനെതിരാണ് എന്ന് സ്ട്രോങ് ആയിട്ട് വാദിച്ചിട്ടുള്ള രാജ്യമാണ് സ്പെയിൻ. അതേ സ്ഥാനത്ത് തന്നെ സ്പെയിൻ ഇസ്രായേലിനെ വളരെയധികം എതിർക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണ് അവരുമായിട്ടുള്ള ഒരു തരത്തിലുള്ള ട്രേഡ് ബന്ധങ്ങളിലും സ്പെയിൻ ഇപ്പോൾ നിൽക്കുന്നില്ല. എല്ലാ ട്രേഡ് ബന്ധങ്ങളിലും ഡീലുകളും അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലുമായിട്ടുള്ള ഒരു തരത്തിലുള്ള ആയുധ കച്ചവടങ്ങളും ചെയ്യാത്ത രാജ്യമാണ് സ്പെയിൻ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, സ്പെയിൻ്റെ ബേസുകൾ അല്ലെങ്കിൽ സ്പെയിൻ്റെ പോർട്ടുകൾ, ഇപ്പോൾ ഇസ്രായേലിലോട്ട് ഇപ്പോൾ ഏതെങ്കിലും ചരക്ക് കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇസ്രായേൽ കണക്റ്റഡ് ആയിട്ടുള്ള ചരക്ക് കമ്പനികൾ അല്ലെങ്കിൽ ചരക്ക് കപ്പലുകൾക്കൊന്നും സ്പെയിൻ ഒരിക്കലും അവരുടെ പോർട്ട് പോലും തുറന്നു കൊടുക്കാറില്ല. അത്രയധികം സ്പെയിനും ഇസ്രായേലും തമ്മിലും അവിടെ ശത്രുത, അല്ലെങ്കിൽ അവരുടെ, അതായത് ഗസ ജനോസൈഡിനെതിരെയൊക്കെ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ഒരാളാണ് പെഡ്രോ. അപ്പം അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങളുമായിട്ട് സ്പെയിൻ എപ്പോഴും അടികൂടി നിൽക്കുന്ന ഒരു രാജ്യമാണ് സ്പെയിൻ. അപ്പോൾ സ്പെയിൻ്റെ എൻട്രി നമ്മളിതിൽ പറയുന്നത് എങ്ങനെയാണ്? ഈ 2020 എബ്രാമിക് അക്കോർഡിൽ സൈൻ ചെയ്തതിന് ശേഷം മൊറോക്കോക്ക് ഈ വെസ്റ്റേൺ സഹാറ കൊടുക്കാമെന്ന് പറഞ്ഞ സമയത്ത് അതിനെതിരെ സംസാരിച്ചില്ല, അതിനെ സമ്മതിക്കാത്ത അൾജീരിയനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യം കൂടാണ് സ്പെയിൻ. അപ്പം ഈ ഒരു മൂവ്മെൻറ്റിന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു മൂവ്മെൻറ്റ്, ഈ അൾജീരിയത്തിനെ എതിർത്തുകൊണ്ട് നിൽക്കുന്ന ഒരു മൂവ്മെൻറ്റിൻ്റെ പേര് തന്നെ ഉണ്ട്. അതായത് പോളിസാരിയോ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. അവരുടെ ഒരു വലിയ മുതിർന്ന നേതാവിന് കോവിഡ് വന്ന സമയത്ത് അയാൾക്ക് ചികിത്സ കൊടുത്തതെന്ന് സ്പെയിനിലായിരുന്നു.
അപ്പോൾ അന്ന് സ്പെയിനിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ചികിത്സ കൊടുക്കുക മാത്രമല്ല അത് ഭയങ്കരമായിട്ട് മൊറോക്കോനെ ചൊടിപ്പിച്ചു. അതായത് അത് മൊറോക്കോക്കെതിരെ നിൽക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്, അവർക്ക് സ്പെയിൻ അഭയം കൊടുത്തു എന്നുള്ള രീതിയിൽ അന്ന് മൊറോക്കോ 2021 പരിപാടി ചെയ്തു. ഇപ്പോൾ ഇന്ന് നമ്മൾ കണ്ട അതേപോലെ തന്നെ 10,000-ഓളം ആൾക്കാരെ അങ്ങോട്ട് കയറ്റിവിട്ടു. എങ്ങോട്ട്? സ്യൂട്ടയിലോട്ട് നമ്മൾ കയറ്റിവിട്ടു. അതായത് അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുക. അതായത് സ്പെയിനിൻ്റെ ഇല്ലീഗലായിട്ട് കുറേ ആൾക്കാർ അങ്ങോട്ട് വരികയാണ്. 10,000 ആൾക്കാർ, ആകെ 50,000 ആൾക്കാർ ജീവിക്കുന്ന ഒരു സ്ഥലത്തോട്ട് കയറി ചെന്ന് അവിടെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക എന്നായിരുന്നു അന്ന് മൊറോക്കോ ചിന്തിച്ചിരുന്നത്. അതിൻ്റെ പിന്നിലും അന്ന് കളിച്ചിരുന്നത്, അവർക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്തിരുന്നത് അമേരിക്കയും ഇസ്രായേലുമായിരുന്നു. അന്ന് പിന്നെ അത് വലിയ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പറഞ്ഞ ആളുകളൊക്കെ സ്പെയിൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വിട്ടു. അതൊരു ചർച്ചയിൽ കൂടെ ഡീലായി കഴിഞ്ഞൊരു കാര്യമായിരുന്നു അന്ന്. അത് കഴിഞ്ഞിട്ട് ഇപ്പം വീണ്ടും ഇത് അതേപോലെ കുത്തിപ്പൊങ്ങി വരാനുള്ള ഒരു കാരണം കൂടെയുണ്ട്. കാരണം അൾജീരിയയും സ്പെയിനും തമ്മിലുള്ള കണക്ഷൻസ് അവർ കുറച്ച് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞൊരു 2 ആഴ്ച മുമ്പായിരുന്നു സ്പെയിൻ്റെ പ്രസിഡന്റ് പെഡ്രോ എന്ത് ചെയ്തു, അൾജീരിയയിൽ സന്ദർശനം നടത്തി. അവരുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മൊറോക്കോക്കറിയാം. അപ്പോൾ മൊറോക്കോക്ക് വീണ്ടും അതൊരു ചുടിയായിട്ട് മാറി. അപ്പോൾ മൊറോക്കോ അതിന് സപ്പോർട്ട് പിടിക്കുന്നത് എവിടെ നിന്നാണ്? ഈ പറഞ്ഞ ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്നും അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ് അതിനുള്ള സപ്പോർട്ട് പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും സ്പെയിനെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളൊരു തിങ്കിങ് മൊറോക്കോക്ക് വന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതായത് മൊറോക്കോയുടെ ഉള്ളിൽ ഒരു വലിയൊരു മൂവ്മെൻറ്റ്, ഇപ്പോൾ നമ്മുടെ CJP പോലത്തെ മറ്റൊരു തരത്തിലുള്ള മൂവ്മെൻറ്റ് അവിടെ പ്രത്യക്ഷപ്പെടുക ചെയ്തിട്ടുള്ളത്. അവിടെ പ്രത്യക്ഷപ്പെടുക മാത്രമല്ല, അവരെന്ത് ചെയ്തു, അവിടുത്തെ ഈ ആളുകളെ, ഈ മനുഷ്യക്കടത്ത് മാഫിയകളൊക്കെ ഉണ്ട്, അവരെല്ലാവരും കൂടെ ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം ഇത് രണ്ടിൽ ഭയങ്കരമായിട്ട് അവർ പ്രൊമോട്ട് ചെയ്തു. സ്പെയിനിലൊരു പുതിയ വിധി വന്നിട്ടുണ്ട്. ആ വിധി പ്രകാരം സ്പെയിനിലോട്ട് ചെന്ന ആളുകൾ, സ്പെയിനിലോട്ട് ഈ കടൽമാർഗമൊക്കെ ചെന്ന ഇല്ലീഗൽ മൈഗ്രൻറ്റിന് അവരവിടെ അഭയം കൊടുക്കും, അവരവിടെ വിസ കൊടുക്കും, പാസ്പോർട്ട് കൊടുക്കും, അവിടുത്തെ ആളുകളാക്കി മാറ്റും, അവർക്ക് അവിടെയുള്ള എല്ലാ ലീഗൽ സപ്പോർട്ടും കൊടുക്കും എന്നുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു സ്പെയിൻ്റെ ഒരു വിധി വെച്ചിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവർ അതൊരു മൂവ്മെൻ്റ് ആക്കി എടുത്തു. വിത്തിൻ ഡേയ്സിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ സ്പെയിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടും, നിങ്ങളവിടെ ലീഗലി നിങ്ങൾക്ക് അവിടെ ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഇവിടുത്തെ ആളുകളെ, അതായത് മൊറോക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദരിദ്ര രാജ്യമാണ്, പട്ടിണിയും പരിവട്ടമൊക്കെ ഇഷ്ടം പോലെ രാജ്യമാണ്. അപ്പോൾ ഇവിടുത്തെ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്തു. അപ്പോൾ ഈ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഫണ്ട് ഇറക്കിയതും ഇത്തരത്തിലുള്ള ഒരു വൈൽഡ് സ്പ്രെഡ് ആക്കിയിട്ട് ഈ ന്യൂസ് പടച്ചു വിട്ടതും അത് അമേരിക്കയും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെയും സപ്പോർട്ടോടുകൂടി മൊറോക്കൻ സർക്കാർ തന്നെ ചെയ്തൊരു പരിപാടിയാണ്. കാരണം ഈ 10,000-50,000 ആൾക്കാർ എത്ര ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അതൊക്കെ നമ്മുടെ നാട്ടിലെ വലിയ കണക്കുകളാണ്. അവിടെയുള്ള ആളുകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം അവിടെ തന്നെ ജീവിക്കുന്ന ഈ സുനീർ കാൻഡി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. പുള്ളിയുടെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട, പുള്ളി കഴിഞ്ഞ ദിവസം കറക്റ്റായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട് 10,000-ഓളം ആളുകൾ മാക്സിമം അങ്ങോട്ട് പോയിട്ടുണ്ടാവും. പിന്നെ 50,000, 60,000 എന്നൊക്കെ വെറുതെ ഉള്ള കണക്കാന്നൊക്കെ പുള്ളി പറഞ്ഞത്. പുള്ളി അവിടെ ജീവിക്കുന്ന ഒരാളാണ്, പുള്ളിക്ക് ഇതിനെ പറ്റി കൂടുതൽ അറിയാം. പുള്ളിയുടെ വീഡിയോ ഔട്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് പുള്ളിയുടെ അക്കൗണ്ടിൽ കാണാം, അതല്ലെങ്കിൽ ഞാൻ അവിടെ വെക്കാം. ഹായ് ദിസ് ഇസ് സുനീർ കാൻഡി ഫ്രം മൊറോക്കോ. സ്പെയിൻ്റെ ഇഷ്യൂസ് എല്ലാവർക്കും വൈറലായിട്ട് പല ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്, മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനൊറ്റൊരു വീഡിയോയിൽ തുറക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ മെയിൻ ഇൻവേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്പെയിനിയോ, അതായത് സ്പെയിനിലെ മെയിൻ ലാൻഡിലേക്കല്ല, അതായത് മൊറോക്കോൻ്റെ ഉള്ളിൽ, അതായത് ആഫ്രിക്കൻ്റെ ഉള്ളിലുള്ള ഒരു മൊറോക്കൻ്റെ ടെറിട്ടറിയുടെ അടുത്ത് അവർക്ക് ക്യൂട്ട എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ലാൻഡ് ഉണ്ട്. ഒരു 80,000 പോപ്പുലേഷനുള്ള. പണ്ട് 1900 ഇവരെ ഇവിടുന്ന് എക്സിറ്റ് അടിച്ച് പോയ സമയത്ത് 2 ഏരിയ ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഒന്ന് ക്യൂട്ട, ഒന്ന് മെലീലിയ. ക്യൂട്ട നമ്മൾ സെപ്ത എന്നിട അറബിയിലൂടെ പറയല്. അവിടത്തേക്ക് പോകണമെങ്കിൽ മൊറോക്കോന് വിസ വേണം. കാരണം സ്പാനിഷിന്റെ അണ്ടറിലുള്ള മൊറോക്കോന്റെ ഉള്ളിൽ, അതായത് ആഫ്രിക്കന്റെ ജിയോഗ്രഫിക്കലി ഇറ്റ് ഈസ് ഇൻ ആഫ്രിക്ക, നോട്ട് ഇൻ യൂറോപ്പ്. സ്പെയിന്റെ മെയിനിൽ നിങ്ങൾ ക്യൂട്ട CUETA അടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. താഞ്ചറിന്റെ തൊട്ടപ്പുറമുള്ള ഒരു സിറ്റിയാണ് ക്യൂട്ട. അത് മൊറോക്കോന്റെ ഉള്ളിൽ, ശരിക്കും മൊറോക്കോന്റെ ഇതിലാണ് വരുന്നത്. അതായത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ തന്നെയാണ്. അതായത് സ്പെയിനിലേക്ക്, യൂറോപ്പിലേക്ക് പോകണമെങ്കിൽ ജിബ്രാൾട്ടർ, സ്ട്രേറ്റ് ഓഫ് ജിബ്രാൾട്ടർ ക്രോസ് ചെയ്തിട്ട് പോകണം. അത് ഒരു 14 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ താഞ്ചറിന് 14 കിലോമീറ്റർ സീ കടന്നു പോകണം. ആ സീ ഇവർ കടന്നിട്ടില്ല. മൊറോക്കോന്റെ ഉള്ളിൽ തന്നെയുള്ള ക്യൂട്ടന്റെ ആ ഒരു ഇതിലേക്കാണ് ഇവർ കടന്നു കയറുന്നത്. അപ്പം അതിനുള്ള ഇഷ്യൂസ് ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ട്. അത് പൊളിറ്റിക്കലാണോ, ആൾക്കാർ ഇങ്ങനെ പോയതാണ്, ഫാമിലി ആയിട്ടും പല ആൾക്കാരും. 700-800 മീറ്റർ ഒരു ചെറിയൊരു ഇടുക്ക് മാതിരി ഉണ്ട് അവിടത്തേക്ക്. നിങ്ങൾക്ക് മാപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ അവർ കയറിയാണ് ബോർഡറും. പിന്നെ അങ്ങനെ ഒരുപാട്, ഏകദേശം എനിക്കൊന്നും 2,000 മുതൽ 3,000 വരെയാണ് ശരിക്കും എടുത്ത കണക്ക്. പക്ഷേ ഇന്റർനെറ്റിൽ എനിക്ക് 30,000-40,000 എന്നൊക്കെ കാണുന്നുണ്ട്. ബട്ട് എവറി ഡേ ഇപ്പം ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുള്ള ക്ലിയർ പിക്ചർ അറിയില്ല. ബട്ട് ഇറ്റ്സ് നോട്ട് ഇൻ യൂറോപ്പ് നൗ, അതായത് യൂറോപ്യൻ മെയിൻലാൻഡിലേക്ക് കയറിയിട്ടില്ല. നിങ്ങൾക്ക് ഇത് നോക്കി ആഫ്രിക്കയിൽ തന്നെയാണ്, അതായത് ഇൻസൈഡ് മൊറോക്കോയിൽ അതിന്റെ സൈഡിൽ ഒരു കോർണറിൽ ഇവർക്ക് ഒരു ടെറിട്ടറി ഉണ്ട്, അവിടെയാണ് പോയത്. ഓക്കെ, അങ്ങനെ ഇത്രയും ആളുകൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു തരത്തിലുള്ള ബോർഡർ സുരക്ഷകളും ഇല്ലാണ്ട് അവിടെ നിന്നൊക്കെ പോലീസിനെ പിൻവലിക്കുകയാണ് മൊറോക്കൻ സർക്കാർ ചെയ്യുന്നത്. ഇവർക്കത് അങ്ങോട്ട് പോയിട്ട് സ്പെയിനെ വീണ്ടും സമ്മർദ്ദത്തിലാക്കണം. അത് വെച്ചിട്ട് ഇവർക്ക് അൾജീരിയനോട് ദേഷ്യം വരുത്തണം. അങ്ങനെ സ്പെയിനോടുള്ള ദേഷ്യം കാണിക്കാൻ മൊറോക്കോയുടെ കൂടെ അമേരിക്കയും ഈ പറഞ്ഞ ഇസ്രായേലും കൂടെ കൂടി ചേർന്നിട്ട് ഈ ഒരു പരിപാടി ഒപ്പിച്ചിട്ട് ഈ ദിവസം ഇത്രയും ആൾക്കാർ അങ്ങോട്ട് പോട്ടെന്ന് വെച്ചു.
ഇനി നിങ്ങൾ ആലോചിക്കണം, ഈ ആൾക്കാരെല്ലാം കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇപ്പം ജീവിക്കുന്ന 80,000 ആൾക്കാരുടെ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് സ്പെയിൻ സർക്കാരുടെ കയ്യിലുണ്ട്. അവിടുത്തെ സിറ്റിസൺസ് ആണ്. അപ്പോൾ ഇങ്ങനെ വന്ന ആൾക്കാരെ ഒരു രീതിയിലും അവിടെ നിന്ന് എടുത്ത് സ്പെയിൻ്റെ മെയിൻലാൻഡിലോട്ട് കൊണ്ടുപോയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, സ്പെയിനെതിരെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ തിരിക്കുക. ഇപ്പോൾ ഷെങ്കൻ വിസ നമുക്കറിയില്ലേ, അതായത് ഈ യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വിസ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഈ ഒരു പദ്ധതി അല്ലെങ്കിൽ ഷെങ്കനിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങളെ മാറ്റി നിർത്തുക. ഇപ്പോൾ ഇറ്റലി അതുപോലത്തെ മറ്റ് ഡെൻമാർക്ക് രാജ്യങ്ങളൊക്കെ സ്പെയിനുമായിട്ടൊരു ശത്രുത വരുത്തുക. എന്താ, സ്പെയിനിൻ്റെ ശത്രുവാണ് അമേരിക്കയും ഇസ്രായേലും. അപ്പോൾ ഇവരോട് ശത്രുത വരുത്താൻ വേണ്ടിയിട്ട് ഇവന്മാർ ചെയ്യിച്ചൊരു പരിപാടി മാത്രമാണ് ഇത് എന്നാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആളുകൾ സംസാരിക്കുന്നത്. അത് സ്പെയിനുകാർക്കും അറിയാം, മൊറോക്കോൻസും അറിയാം, അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും ഇതറിയാം. അമേരിക്കക്കും ഇസ്രായേലിനും വിധേയപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ടും അവർക്ക് വിധേയപ്പെട്ട് പണിയെടുക്കുന്നത് കൊണ്ടും മറ്റു രാജ്യങ്ങളാരും മിണ്ടില്ല. നമ്മുടെ രാജ്യത്തെ ഈ സംഘയോളി സൈബർ ഓളികളും അതിന് സപ്പോർട്ട് ചെയ്യുന്ന, അവിടെ എന്ത് നടക്കുന്നു ഏത് നടക്കുന്നു ഒന്നും അറിയില്ല എങ്കിലും അവിടെ മുസ്ലിങ്ങളുടെ പേരവിടെ വന്നിട്ടുണ്ട്, അവർ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്, അവിടെ ഇസ്ലാമിക രാജ്യം അവരുണ്ടാക്കുന്നുണ്ട്. അതേ സംഘികളെ ഞാൻ നിങ്ങളോടും പറയാണ്, നിങ്ങളെ സംഘ തീവ്രവാദികളാണ് ഇപ്പോൾ നേപ്പാളിൽ പോയിട്ട് ഇമാതിരി ചെറ്റത്തരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൂക്ഷിച്ചോളാം, മറ്റ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികൾ നോക്കിക്കൊള്ളുക. സംഘ തീവ്രവാദികളും ലോകത്തിന് തന്നെ ആപത്തായിക്കൊണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട സമൂഹമാണ്. നമ്മൾ ഇസ്ലാമിക് തീവ്രവാദികൾ പറഞ്ഞ പോലെ ഇസ്ലാമിക് തീവ്രവാദികൾ എങ്ങനെയാണോ ലോകത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, അപ്പോൾ അത് ആരുണ്ടാക്കിയോ, അമേരിക്ക ഉണ്ടാക്കിയോ ഇസ്രായേൽ ഉണ്ടാക്കിയോ എന്നുള്ളതല്ല, അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നിന്ന് ഉതിർന്നു വന്നിട്ടുള്ള സംഘ തീവ്രവാദികളും ഇതേപോലെ തന്നെ ലോകത്തിനും മനുഷ്യനും ജന്തുക്കൾക്കും ഒക്കെ വലിയ ഭീഷണിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് അങ്ങനെ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് ഇതിനുള്ള കാരണം. ഇവിടുന്ന് അങ്ങോട്ട് പോയി എന്ന് പറയപ്പെടുന്ന 60,000 ആളുകൾ പോയി എന്ന് പറയപ്പെടുന്നതിൽ 45,000 ആൾക്കാരെ തിരിച്ചിങ്ങോട്ട് വിട്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. കാരണം അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. അപ്പം ഈ പോകുന്ന ആളുകൾക്ക് അറിയാം ഈ സിയോട്ടിൽ എത്ര ആൾക്കാരുണ്ട്, അവിടുത്തെ അവസ്ഥ എന്താണെന്നൊക്കെ അറിയാം. പക്ഷേ അപ്പം വന്നിട്ടുള്ള ഈ ഒരു മാനിപ്പുലേഷൻ, സോഷ്യൽ മീഡിയ മാനിപ്പുലേഷൻ, ഇവന്മാർ അങ്ങോട്ട് ചാടിപ്പോയി, അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അവന്മാർക്ക് തിരിച്ചിങ്ങോട്ടും വന്നു. 45,000 ആൾക്കാർ ഇന്നലത്തോടു കൂടി തന്നെ തിരിച്ച് മൊറോക്കോയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തയും പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ മൊത്തം കഥ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ മൊത്തം കഥ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മനസ്സിലാവും ഇതിൽ ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട്, എന്താണ് ഇവരുടെ പ്രധാന ലക്ഷ്യം എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇതിലും വലിയൊരു എക്സ്പ്ലനേഷൻ ഇതിന് വേണമെന്നുള്ളത്. ഏതാണെങ്കിലും ലോകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ ഇസ്ലാമിക ജിഹാദ തീവ്രവാദികളും ഇത്തരത്തിലുള്ള സംഘത്തോളി തീവ്രവാദി രാജ്യദ്രോഹികളെയും നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക. ഇവന്മാർ ഏത് രീതിയിലാണ് നമുക്കൊക്കെ പണി തരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വല്ല ഡിസ്കഷൻസും കാര്യങ്ങളും ചെയ്യണമെങ്കിൽ നിങ്ങൾ അതും കൂടെ നിങ്ങളുടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ കമൻറ്റ് വായിക്കാറുണ്ട്. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ വീഡിയോ കാണുക. കാശ് ചിലവൊന്നുമില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.